കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-13 വചനങ്ങൾ. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഗീതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലവൂദിക്കക്കാർക്കും ഹിയറപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. ധന്യനായ പൗലോസ്ലീഹ കൊലോസ്യയിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു പ്രാർത്ഥനാ മനുഷ്യനായ എപ്പഫ്രാസിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ 2 കാര്യങ്ങൾ കാണാൻ കഴിയും. ഓരോരുത്തരും ക്രിസ്തുവിൽ തികഞ്ഞവരാകണമെന്നാണ് തൻ്റെ 1-ാമത്തെ പ്രാർത്ഥന. 2-ാമത്തെ പ്രാർത്ഥന ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി കൊലോസിലെ വിശുദ്ധന്മാർ തീരണമെന്നാണ് എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഞാൻ വേദപുസ്തക വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വചനം പഠിക്കുമ്പോൾ എപ്പഫ്രാസ് കൊലോസ്യക്കാരനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഫിലോമോന് ലേഖനം എഴുതുന്ന കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ക്രിസ്തുയേശുവിൽ എൻ്റെ സഹബദ്ധനായ എപ്പഫ്രാസ് എന്നാണ് വെളിപ്പെടുത്തുന്നത്. അപ്പം സഹബദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്കി പറഞ്ഞാൽ ക്രിസ്തുവിന് അടിമയെന്ന് വേണമെങ്കിൽ നമുക്ക് വെളിപ്പെടുത്താം. ഹല്ലേലൂയ. അതുപോലെ കർത്താവുമായി ഇഴുകിച്ചേരുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് വേദപുസ്തകം ഇവിടെ പഠിപ്പിക്കുന്നത്. തൻ്റെ 2 പ്രത്യേകതകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. എന്തുവാണ്? ഒന്ന് പറഞ്ഞ് എന്തുവാ? എല്ലാവരും പറയുന്നില്ല. എന്നാ പ്രാർത്ഥനയാ? എപ്പോഴും പ്രാർത്ഥിക്കുക. ഞാൻ വചനം തുടങ്ങുമ്പോഴേ ഒരു കാര്യം നിങ്ങളോട് പറയാം. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ നിശ്ചയമായും പ്രാർത്ഥിക്കാൻ പഠിച്ചിരിക്കണം. ഒന്നുകൂടെ പറയാം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ പഠിച്ചിരിക്കണം. കാരണം ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അവൻ്റെ കഴിവല്ല, അവൻ്റെ പ്രയറാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഒരു സഭ, പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷകൻ, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എപ്പോഴും വ്യത്യസ്തരാണ്. നിങ്ങൾക്ക് ഈ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ വന്നേച്ച് പറഞ്ഞു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ എല്ലാവരും യഹൂദന്മാരാണ്. സ്തോത്രം. യഹൂദൻ്റെ പ്രാർത്ഥന വലിയ പ്രാർത്ഥനയാണ്. യഹൂദൻ പ്രാർത്ഥിക്കാത്തവനല്ല, പ്രാർത്ഥിക്കുന്നവനാ. യഹൂദന് ദിവസം 3 വട്ടം പ്രാർത്ഥിക്കുന്നവനാ. ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും യഹൂദൻ പ്രാർത്ഥിക്കും. ഈ യഹൂദൻ്റെ കണക്കും നമ്മുടെ കണക്കും തമ്മിൽ ദിവസങ്ങളെ എണ്ണുന്നത് 2 രീതിയിലാണ്. യഹൂദൻ രാത്രിയെ എണ്ണുന്നത് യാമങ്ങളായിട്ടാണ്. അതുകൊണ്ടാണ് 4-ാം യാമം എന്നൊക്കെ ബൈബിളിൽ എഴുതിയേക്കുന്നത്. പകലിനെ യഹൂദൻ എണ്ണുന്നത് മണിക്കൂറുകളായിട്ടാണ്. സ്തോത്രം. അത് യാമമല്ല, മണിക്കൂറുകളാണ്. രാത്രിയെ യാമമായിട്ടാണ് എണ്ണുന്നത്. സ്തോത്രം. അപ്പം നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നില്ലയോ? ഒരു മണിക്കൂർ തുടങ്ങുന്നത് അവർക്ക് രാവിലെ 6 മണി തൊട്ടാണ് തുടങ്ങുന്നത്. സ്തോത്രം. ഈ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് സ്തോത്രം പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പം അവരോട് പറയുന്നില്ല, ഇപ്പോൾ ഇത് 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? പകൽ 9 മണി, 7-ാം മണി. സ്തോത്രം. 1-ാം മണി നേരം എന്ന് പറഞ്ഞാൽ 7-ാം മണി, 2-ാം മണി നേരം എന്ന് പറഞ്ഞാൽ 8-ാം മണി, 3-ാം മണി നേരം എന്ന് പറഞ്ഞാൽ 9-ാം മണി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. സ്തോത്രം. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 തൊട്ട് 3 വരെ ദേശത്തെല്ലാം. അപ്പോൾ യഹൂദൻ 3 വട്ടം പ്രാർത്ഥിക്കുന്ന ആളാണ്. 3 മണിക്കൂറിൽ ഓരോ 3 മണിക്കൂറിലും പ്രാർത്ഥിക്കുന്നയാളാണ്. പക്ഷേ ആ യഹൂദൻ എന്തിനാണ് യേശുവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞേ? പറയാം.
അവർ കണ്ടതും പഠിച്ചതുമായ പ്രാർത്ഥനയല്ലായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രാർത്ഥന എന്താന്ന് പഠിക്കാത്ത കാലത്തോളം പലരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതാകും. ഞാൻ തുടക്കത്തിൽ ഒരു ദൂത് പറയാം. ഹല്ലേലൂയ. നിന്റെ വീടിനകത്തൊരു പ്രാർത്ഥനാന്തരീക്ഷമുണ്ടെങ്കിൽ, നിന്റെ ബിസിനസ്സിനകത്തൊരു പ്രാർത്ഥനാന്തരീക്ഷമുണ്ടെങ്കിൽ, നിന്റെ കുടുംബജീവിതത്തിലൊരു പ്രാർത്ഥനാന്തരീക്ഷമുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയും. പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ്. പ്രാർത്ഥിക്കാത്തവർക്ക് അതിൻ്റെ വില അറിയത്തില്ല. യോഗത്തിന് വന്നും നിർവിചാരിയെ പോലെ ഉറങ്ങുന്ന എത്രയോ പേരുണ്ട്. അതിൻ്റെ കാരണം എന്താ? അവർക്ക് പ്രാർത്ഥനയുടെ വില അറിയത്തില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നവരോടൊരു സന്ദേശം ഞാൻ പറയാം. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾ ഉറങ്ങിയാലും നിന്റെ പ്രയർ കുറയരുത്. പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ്. ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികൾക്ക് മുമ്പിൽ നമുക്ക് ആവശ്യം പ്രാർത്ഥനയാണ്. കൊലോസ്യ സഭയോട് പൗലോസ് പറയുമ്പം കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് 2-ാം വാക്യത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. പ്രാർത്ഥനയിൽ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? ഉറ്റിരിക്കണം. ഞാൻ ഒരു ആത്മീക സന്ദേശം നിങ്ങളോട് പറയാം. സ്തോത്രം. ഏത് പ്രശ്നം നിനക്ക് വന്നാലും ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ അവൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ വഴിമാറും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒത്തിരി വീടുകളുടെ പ്രത്യേകത ഞാൻ പറയാം. അവർക്ക് പലരുടെയും കുടുംബങ്ങൾക്കകത്ത് പ്രാർത്ഥനയില്ല. ഞാനിപ്പോൾ ഓർക്കുന്ന നിങ്ങളുടെ അറിവിലേക്ക് ഒരു കൊച്ചു കാര്യം പറയാം. സ്തോത്രം. എനിക്ക് വളരെ അറിയാവുന്നതായ ഒരു കാര്യം. ഒരു കുടുംബം സ്ഥിരമായിട്ട് എന്നെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വരുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അവർ ഏറ്റുമാനൂരിനപ്പുറത്തൊരു സ്ഥലത്തു നിന്നാണ് എന്നെ കണ്ട് തലയോലപ്പറമ്പിൽ പോകുന്ന റൂട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വരും. അപ്പൻ നല്ല വിശുദ്ധനായൊരു മനുഷ്യനാണ്. അമ്മ നല്ല വിശുദ്ധിയുള്ള ഒരു അമ്മയാണ്. 2 പെമ്മക്കളും ഒരു മകനുമുണ്ട്. സ്തോത്രം. ഇവരുടെ പ്രശ്നം എന്നും ഇവർക്ക് സാമ്പത്തിക പ്രശ്നമാണ്. ഇവരുടെ മോൻ ജോലി ചെയ്യുന്നുണ്ട്, പെമ്മക്കൾ 2 പേർ ജോലി ചെയ്യുന്നതിന് എന്നും സാമ്പത്തിക പ്രശ്നം. ഹല്ലേലൂയ. മോൻ ജോലിക്ക് ഒരു രാജ്യത്ത് പോയിട്ട് 5.5 കൊല്ലമായി നാട്ടിൽ വന്നിട്ടില്ല. സ്തോത്രം. എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കും. എന്നും ഇവരുടെ വീട്ടിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ്. സ്തോത്രം. എന്നാൽ ആ മകൻ 5.5 വർഷം കഴിഞ്ഞ് അവധിക്ക് വന്നു. അവധിക്ക് വന്ന് പോയിട്ട് പിന്നെ അവരെന്നെ വിളിക്കുന്നില്ല. സ്തോത്രം. പ്രാർത്ഥിക്കാനായിട്ട് 1 വർഷം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് സംഭവിച്ചേ? അവർ പറഞ്ഞു, ഞങ്ങളുടെ മകൻ 5.5 വർഷം കഴിഞ്ഞ് അവധിക്ക് വന്നപ്പോൾ ഞങ്ങളെ എല്ലാം കൂടി ഇരുത്തി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് 16 വർഷമായിട്ടുള്ള പ്രശ്നം 1 വർഷം കൊണ്ട് മുഴുവൻ സോൾവായി. അപ്പം ഞാനൊരു ദൂത് നിന്നോട് പറയാം. സ്തോത്രം. ഏതൊക്കെ എതിർശക്തികൾ നിനക്കെതിരെ വന്നാലും അവനെ തകർക്കുന്ന വജ്രായുധമാ പ്രാർത്ഥന. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ പ്രാർത്ഥനയുടെ ശക്തി എൻ്റെ ജനം കാണാൻ പോവാ. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാകണം, പ്രാർത്ഥനയ്ക്ക് ഉത്സാഹമുള്ളവരാകും. ചത്തചതഞ്ഞെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രാർത്ഥനയല്ല. യോഗ വെച്ചില്ലേ, എന്നാൽ പിന്നെ ഒന്ന് പോയേക്കാം, ഒന്ന് ഇരുന്ന് കൊടുത്തേക്കാം, പ്രവചിക്കുവോ, ഓക്കെ അങ്ങ് ചെയ്തോട്ടെ, രോഗശാന്തി വേണേലും ചെയ്തോ, ഞങ്ങൾ ഇരുന്ന് തരുക. അതല്ല പ്രയർ. പ്രാർത്ഥിക്കുന്നവന് ഉത്സാഹം ഉണ്ടാകണം. എന്താ ഉണ്ടാകണം? ഉത്സാഹം. ഈ ഉത്സാഹമുണ്ടെങ്കിൽ ഇതല്ല നിന്റെ ലൈഫ്, ഇതല്ല നിന്റെ സാഹചര്യം, ഇതെല്ലാം ഉടനെ മാറും. പ്രയർ ഉത്സാഹം ഉണ്ടാകണം. ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, പ്രാർത്ഥനയ്ക്ക് ഉത്സാഹം ഉണ്ടാകണമെന്ന് പറ. ഈ പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രത്യേകത എന്നറിയാം, പ്രാർത്ഥനയിലാണ് ഒരു ദൈവ പൈതൽ ശക്തിപ്പെടുന്നത്. പ്രാർത്ഥനയിലാണ്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ ഗെത്സമേൻ അല്ലെങ്കിൽ ഒലിവ് മലയിലെ പ്രാർത്ഥന നിങ്ങൾ പഠിക്കുമ്പം യേശു പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയപ്പോൾ, ഞാൻ അവിടോട്ട് വരുന്നുണ്ട്, അപ്പം ഇപ്പോൾ വായിക്കേണ്ട, മുട്ടുകുത്തിയ ഉടനെ വായിക്കുക, അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രത്യേകത, പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥനാ മുറിയിൽ ശക്തിപ്പെടും. ഒരാമീൻ വരുന്നില്ല. നിനക്ക് വിരുദ്ധമായി പൊങ്ങുന്ന സകല ശക്തികളെയും മുറിച്ചു മാറ്റാൻ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്നെ ശക്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങുമെന്ന്.
മനസ്സിലായി വരുന്നുണ്ടോ? ഞാൻ ഒരു ദൂതൂടെ പറയാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് ചിലതിന്മേൽ ജയമെടുക്കണം. എപ്പഫ്രാസിനെ കുറിച്ച് ബൈബിളിൽ എടുക്കുക, അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. ഇന്ന് പ്രാർത്ഥനയിൽ എങ്ങനെ പോരാടേണ്ടിയെന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് ധ്യാനിക്കാൻ പോവുക. അമ്മ സ്തോത്രം. അപ്പം നമുക്ക് ഇച്ചിരുടെ ആഴമായൊരു ദൂതിലേക്ക് വരാം. നിന്റെ വീട് കൊട്ടാരമല്ലെങ്കിലും ആ വീട്ടിൽ പ്രാർത്ഥനാന്തരീക്ഷം വേണം. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ബൈബിളിൽ ഒരു മനുഷ്യൻ ദൈവത്തോട് ഇഴുകിച്ചേരുന്നത് ആ പ്രാർത്ഥന. ദൈവത്തോട് ഇഴുകിച്ചേരുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, അങ്ങനൊരു പ്രാർത്ഥന നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തീരുമാനമെടുക്കണം. നിങ്ങൾ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, ചിലർ പറയും ഇന്ന് ഒത്തിരി ബിസിയാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്നല്ല. സ്തോത്രം. ചിലരെ കണ്ടു ഇന്ന് ഒത്തിരി ബിസിയാണ് അതുകൊണ്ട് 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ ചെല്ലം ചെയ്യാൻ പോവാം. അവിടെ മിണ്ടുന്നില്ല. വലിയ പാടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ. ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് നമുക്ക് ഒന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പൗലോസ് പറയുന്നൊരു പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് പറയുന്നത്, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്തുകൊണ്ട് പ്രാർത്ഥിക്കും? ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ഈ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുക്കാം. നമുക്ക് 14-ാം അധ്യായം എടുക്കാം. 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ചുകൊണ്ട് തുടങ്ങാം. ഹല്ലേലൂയ. ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഒരു ചോദ്യം, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണോ? ഓ ഗ്ലോറി ടു ഗോഡ്. നിന്റെ കൂടാരത്തെ വരിഞ്ഞു മുറുക്കുന്ന ദുഷ്ടശക്തികൾക്ക് നിന്നെ തൊടാൻ കഴിയാത്തൊരു പ്രാർത്ഥന, പോരാടിയുള്ളൊരു പ്രാർത്ഥന ഇന്ന് നിന്റെ അകത്തുനിന്ന് ഉയരണം. ഒരാമയും വരുന്നില്ല. കൈവിട്ട് പോയ പല അനുഗ്രഹങ്ങളും നിന്നെ തേടി തിരിച്ചു വരും നിന്റെ പ്രാർത്ഥന കറക്റ്റായാൽ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവ് പറയുക, നിന്റെ വിഷയത്തിന്മേൽ വിടുവിക്കുവാൻ, വിടുതൽ ലഭിക്കുവാൻ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. അതിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം മുതൽ. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ. പ്രാർത്ഥിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ എന്തുണ്ടാകണം? അടുത്തിരിക്കുന്ന തൊട്ടേച്ചൊന്നു വാഞ്ച ഉണ്ടാകണമെന്ന് പറ. ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ. ദൈവത്തിന് ഇഷ്ടമുണ്ട് തരട്ടെ. ഞാൻ പ്രാർത്ഥിച്ചോണ്ട്. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ദിവസം ഞാനൊരു പാസ്റ്റേഴ്സും ലീഡേഴ്സും കൂടെ കൂടുന്ന ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ കുറച്ച് വിശ്വാസികളും വന്നിട്ടുണ്ട്. അപ്പം ഈ പാസ്റ്റർമാരെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പം സ്തോത്രം, ആ സഭയുടെ ശുശ്രൂഷകൻ, അവർക്ക് 98-99 ചർച്ചസ് ഉണ്ട്. ആ ചർച്ചിലെ പാസ്റ്റർമാരെ എല്ലാം കൂടി ലീഡേഴ്സിനെ കൂടി ഒരു മീറ്റിംഗ് നടക്കുക. ആ മീറ്റിങ്ങിനകത്ത് പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ നല്ലൊരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു. അത്ര സ്മാർട്ടായിട്ട് ആരും ഇവിടെ ഇല്ല. അതുപോലെ സ്മാർട്ടോട് ചേർക്കാൻ. സ്തോത്രം. അപ്പം ഓരോരുത്തരെയും പാസ്റ്റർ പരിചയപ്പെടുത്തി, ഇദ്ദേഹം ഇന്നടത്ത് ശുശ്രൂഷിക്കുന്നയാള്, ഇദ്ദേഹം ഈ സഭയിലെ സെക്രട്ടറിയാണ്, ഈ സഭയിലെ ട്രഷറാണ്, ഇങ്ങനെല്ലാം പരിചയപ്പെടുത്തി തന്നെ. ആ സുന്ദരനായ ആളെ കണ്ടു പറഞ്ഞു, പുള്ളിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിയാണ് ഇവിടുത്തെ പ്രാർത്ഥന. അപ്പം കഴിവില്ലാത്തവനെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങല്ല പ്രാർത്ഥന. മനസ്സിലായി? അവന് വലിയ കഴിവൊന്നുമില്ല, എന്നാൽ പ്രാർത്ഥിക്കാനിരുന്നോട്ടെ. അവിടെ മിണ്ടുന്നില്ല. നാടിനും വീടിനും വേണ്ടാത്ത നിന്നെ പ്രാർത്ഥിക്കാനിരുത്തി അത് വായിക്കാനാ? ഇവിടെ പ്രാർത്ഥിക്കാനിരിക്കുവാൻ ഉത്സാഹികളിരിക്കണം പ്രാർത്ഥിക്കാൻ. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പണിയും കിട്ടിയില്ല എന്നാൽ പിന്നെ പ്രാർത്ഥിക്കട്ടെന്നല്ല. വേദപുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര സ്ഥാനമാണ്. നിന്റെ വീടിൻ്റെ അന്തരീക്ഷത്തെ ഇളക്കി മറിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കേ, അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ. അടുത്തത്, അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അന്യഭാഷ ലഭിച്ചവൻ ആദ്യം അന്യഭാഷ ലഭിക്കാൻ പ്രാർത്ഥിക്കണം. അന്യഭാഷ ലഭിച്ചവൻ ലഭിച്ചു എന്ന് ഇരിക്കുവല്ല, അതിൻ്റെ വ്യാഖ്യാനം കിട്ടാൻ പ്രാർത്ഥിക്കണം. അപ്പം ചുരുക്കി പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ മരിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പേ വരെ മാറ്റിവെക്കാൻ പറ്റാത്തതാണ് പ്രയർ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു ദൂത് പറയുന്നു, ചില വീടുകളുടെ മുഴുവൻ പ്രശ്നം മാറും അവിടെ പ്രാർത്ഥന ഉയർന്നാൽ മതി. നീ ഒരാൾ മതി നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ. 1000 പേരുണ്ട്, പക്ഷെ നീ പ്രാർത്ഥിക്കുന്ന നീ ഉത്സാഹിയായിരിക്കണം.
എത്ര പേർക്ക് ആമീൻ പറയാം? എന്നോട് ദൈവാത്മാവ് പറയാം, ഈ ജനുവരി മാസം കഴിയുമ്പോൾ തന്നെ ചില വീടിൻ്റെ സ്ഥിതി മാറണം. സ്ഥിതി മാറണമെങ്കിൽ അമേരിക്ക എന്നൊരു പാസ്റ്ററെ കൊണ്ടുവരണ്ട, ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവരണ്ട, നീ പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ പ്രാർത്ഥനാന്തരി എപ്പോഴും ഓർക്കണം, ചില മനുഷ്യര് പച്ച മനുഷ്യരായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഒരു പ്രാർത്ഥനയിൽ ഒന്നുമില്ല, ഒത്ത ബൈബിൾ വായിക്കും, ഒത്ത പ്രാർത്ഥിക്കും, ഒത്ത യോഗത്തിനും, ഒത്ത തിരുമേശ എടുക്കും, ഒത്ത ടൈത്തടയ്ക്കും, ഒത്താൽ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും, ഒത്തില്ല ഇതിനൊന്നും കാണുകയില്ല. പിന്നെ നമ്മൾ വിളിക്കണം, ഹലോ അച്ചായോ, അച്ഛാ കണ്ടില്ലല്ലോ. ഉണ്ട് എവിടെ ഉണ്ട്? മിണ്ടുന്നില്ല. ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നീ താപ്പോട്ട് പോന്നേ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുവൻ പ്രേയറിന് വന്നാൽ, പ്രാർത്ഥനയ്ക്ക് വന്നാൽ, അവന് പ്രാർത്ഥനയിൽ ഉത്സാഹം വേണം. എന്താ വേണം? വീട്ടിൽ 4 പേര് ചതഞ്ഞെന്ന് കിടക്കുന്നവൻ അന്നേരം ഉത്സാഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എല്ലാവരെയും അടിച്ച് റെഡിയാക്കി ആരെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പം അന്യഭാഷ ലഭിച്ചവൻ എന്തിന് പ്രാർത്ഥിക്കണം? വ്യാഖ്യാനത്തിന്. അപ്പോൾ പ്രവചിക്കുന്നവൻ അടുത്ത ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിക്കണം. വെളിപ്പാട് കാണുന്നവൻ അടുത്ത ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിക്കണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, അമ്മ ഈ പ്രാർത്ഥന ഒരിക്കലല്ല. പൗലോസിന്റെ ഭാഷ നോക്കി, എഫെസ്യർ ലേഖനത്തിൽ പൗലോസ് പറയും, ഏതു നേരത്തും ആത്മാവി പ്രാർത്ഥിച്ചു. എങ്ങനെ? ഏതു നേരത്തും എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഒരാമയും പറഞ്ഞാട്ട് രാവിലെയൊന്നും ഉച്ചയ്ക്കൊന്നും വൈകിട്ടുമില്ല, ഏതു നേരത്തും. എഫെസ്യർ ലേഖനം എടുത്ത് ആമീ 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടിയും പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം ഞാനീ പറഞ്ഞു വന്ന എല്ലാ വാക്യങ്ങളുടെ ആകെ തൂക്കം, പ്രാർത്ഥന നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടാൽ നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറും. അടുത്തിരിക്കുന്ന ആളെ തൊട്ടുവെച്ച് പറ, ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് പറ. പ്രാർത്ഥനയ്ക്ക് പല തലങ്ങളുണ്ട്. അതിൽ 1-2 ചെറിയ കാര്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനാണ് ഇന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, പ്രാർത്ഥിക്കുന്നവന് ഉത്സാഹമുള്ളവരായിരിക്കണം. എന്തുവാണ്? പ്രായം വിഷയമല്ല, രോഗം വിഷയമല്ല, ശാപം വിഷയമല്ല, ബന്ധനം വിഷയമല്ല, നിനക്കുത്സാഹമുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വീട്ടിൽ നടക്കും ആ അത്ഭുതം. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബജീവിതത്തിൽ അത്ഭുതം നടക്കും. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ദേശ അത്ഭുതം നടക്കും. ഏറ്റവും വലിയ തടസ്സം നന്മയ്ക്കല്ല, പ്രയറിനാണ്. ഇന്ന് ആ തടസ്സം നിന്റെ മൈൻഡിൽ നിന്ന് മാറണം. എന്നിട്ട് നിന്റെ അകത്ത് പ്രാർത്ഥനയുടെ വരം. ഓ ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയോട് പറയുന്നത് ശ്രദ്ധിക്കണം. ആമീൻ, സ്തോത്രം. എല്ലാറ്റിനും വേണ്ടത് പ്രാർത്ഥനയാണ്. എന്തുവാ? എല്ലാറ്റിനും വേണ്ടിയത്. പൗലോസ് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അടുത്ത തൊട്ടേച്ച് പറയാം, എന്തിനാ എങ്ങനെ വിചാരപ്പെടുന്നെന്ന് ചോദിച്ചു. എന്തിനാ? പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ കൈയടിക്കുന്നുണ്ട്, ദൂത് കേട്ടപ്പോൾ കസറിന് ചാടി എഴുന്നേറ്റായിരുന്നു. പക്ഷേ എപ്പോഴും അങ്ങ് വിചാര, എൻ്റെ കാര്യം എങ്ങനെ നടക്കും? പ്രാർത്ഥിക്കാത്തവന് വിചാരം കൂടുതലാണ്. പ്രാർത്ഥിച്ചാൽ ഈ വിചാരമെല്ലാം അങ്ങ് പോവും. ചിലർക്ക് ഈ ഇങ്ങനെയുള്ള ചിന്തയെല്ലാം കൂടെ കയറി വീട്ടിലുള്ളവരെ മൊത്തം വട്ടുപിടിപ്പിക്കും. പറഞ്ഞു വട്ടുപിടിപ്പിക്കും. നമ്മളിങ്ങനെ പോയി എങ്ങനെ തകർന്നു പോകും ബ്രദറെ. സ്തോത്രം. അങ്ങനെ ചിലർ മരിച്ച വാർത്തയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതില്ലയോ? എന്നിട്ട് മിണ്ടുന്നില്ല. നമ്മൾ മരിക്കാൻ പോവുക. ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. നിങ്ങൾക്ക് പലതിനെക്കുറിച്ചുള്ള വിചാര. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലതും. ഇതിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും. എല്ലാറ്റിനും എന്ത് ചെയ്യണം? പ്രാർത്ഥന അപേക്ഷയും. ഇന്നൊരു തീരുമാനത്തോടെ ഇവിടുന്ന് പോകാം. എല്ലാറ്റിനും പ്രാർത്ഥിക്കണം. ഒരാമയും വരുന്നില്ല. പ്രാർത്ഥന അന്തരീക്ഷത്തെ കെടുത്തുന്ന വ്യാപാരങ്ങളെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ശാസിക്കുക. ഇവിടെ ചിലർ പോരാടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ പൊട്ടാൻ നീ ഇന്ന് പോരാടി പ്രാർത്ഥിക്കണം. ഇതിനകത്തൊരു പ്രാർത്ഥന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ. വാക്കുകളുടെ പെരുപ്പത്തിൽ പാവമുണ്ട്. അങ്ങനെ ചെയ്യാതെ നിന്റെ അകത്തെ പ്രാർത്ഥനാവരം കണ്ടോ? ചിലരുടെ ഉള്ളിൽ പ്രാർത്ഥനയുടെ ചലനങ്ങൾ ഞാൻ കാണുകയാ. ലമന ദുരകട മദലബട ബലബട അധുരകടമല. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട് വരെ ദൈവശക്തി. ഓ റബല ഹസി. ചിലരെ അലട്ടുന്ന ശാരീരിക രോഗങ്ങൾ ഇത് പ്രാർത്ഥനയിൽ അഴിയണം.
ചിലരെ അലട്ടുന്ന മാനസിക രോഗങ്ങൾ ഇന്ന് പ്രാർത്ഥനയിൽ അഴിയണം. ചിലരുടെ ആരോഗ്യം, നിന്നെ ഫെഡപ്പ് ആക്കുന്ന സ്പിരിറ്റ്, നിന്നെ ടയേർഡാക്കുന്ന സ്പിരിറ്റ്, നിന്റെ പ്രയറിനെതിരെ പോരാടുന്ന ആ ദുഷ്ടശക്തിക്ക് നേരെ ഒന്ന് പോരാടി. എല്ലാറ്റിനും പ്രാർത്ഥന. മുടങ്ങിക്കിടക്കുന്ന നന്മയ്ക്ക് പ്രാർത്ഥന, ബ്ലോക്കായ സർട്ടിഫിക്കറ്റിന് പ്രാർത്ഥന, കുഞ്ഞിന്റെ കല്യാണത്തിന് പ്രാർത്ഥന, തലമുറ ജനിക്കാൻ പ്രാർത്ഥന, വീട് പണിയാൻ പ്രാർത്ഥന, കടം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അടുത്തിരിക്കുന്ന ആളെ നോക്കാതെ 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചേ. റബന ഹതിരിക. പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ തൊടാൻ കഴിയും. നിങ്ങളുടെ വീടിനകത്ത് പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടാകട്ടെ. ഏതു കൊടിയ മന്ത്രവാദങ്ങളും നിന്റെ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. നെയിം ഓഫ് ജീസസ്, നെയിം ഓഫ് ജീസസ്, നെയിം ഓഫ് ജീസസ്, നെയിം ഓഫ് ജീസസ്. നിന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന, നിന്റെ മൈൻഡിനെ വല്ലാതെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആ പോരാട്ടം കണ്ടോ, തമ്പുരാൻ ഇതിനകത്ത് ശാസിക്കാൻ ഇറങ്ങുക. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. നിന്റെ വീട് വലിയ സാക്ഷ്യം കാണാൻ പോവുക. നിന്റെ വീട്ടിൽ വലിയ സാക്ഷ്യം കേൾക്കാൻ പോവുക. നീ വലിയ അത്ഭുതങ്ങൾ പറയാൻ പോവുക. പ്രാർത്ഥന. നിന്റെ ശുശ്രൂഷ പ്രയറിലാണ്. 5 രോഗം നിന്റെ ദേഹത്തുണ്ട്, പക്ഷേ പ്രാർത്ഥന രോഗത്തെ ജയിക്കും. എന്നോട് ഹോളി സ്പിരിറ്റ് പറഞ്ഞ ബ്ലോക്കായ വഴികൾ ഇന്ന് പകൽ പ്രാർത്ഥനയിൽ ഓപ്പൺ ആവും. അടുത്തിരിക്കുന്ന ആൾ മൊബൈലിൽ നോക്കോ, കളിക്കോ, ചിരിക്കോ ചേട്ടൻ, നീ അത് മൈൻഡ് ചെയ്യരുത്. നീ ഒരാൾ നിന്റെ സന്തതിയെ മൂടിയിരിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ പ്രാർത്ഥനയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടുകൾ, കാലപ്പഴക്കം ചെന്ന ശാപങ്ങൾ. കേട്ടോ? ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലരുടെ അകത്ത് പ്രാർത്ഥനയുടെ തീ. ഇന്നു നീ സൗഖ്യമാകും, ഇപ്പോൾ നീ സൗഖ്യമാകും. നീ വർഷങ്ങൾ കഴിച്ച മരുന്നിന് തരാൻ വയ്യാത്ത സൗഖ്യം. ഹോളി സ്പിരിറ്റ് ചിലരുടെ ആത്മീക ജീവിതത്തെ ട്യൂൺ ചെയ്യുക. നിർത്തരുത് ദൈവവുമായിട്ടുള്ള ബന്ധം. പിശാച് നിന്റെ മേൽ അടിച്ചിരിക്കുന്ന ആ ലേബൽ ഇന്ന് ദൂതന്മാർ വലിച്ചു കീറട്ടെ. അതല്ല നീ. റൂബാല ശതാന ബവംധന ബർധക പ്രവാദകസ്യ. ഒരു ചോദ്യം, ഇന്ന് തൊട്ട് നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യുമോ? പറ, ചെയ്യുമോ? ചെയ്യുമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ സ്കാനിങ്ങിൽ കണ്ട രോഗം അടുത്ത സ്കാനിങ്ങിൽ കാണുകയില്ല. അത് അനിപ്പാസ്റ്റ് പ്രാർത്ഥിച്ചോണ്ടല്ല, നീ പ്രാർത്ഥിച്ചോണ്ട. ഞങ്ങൾ പ്രാർത്ഥിച്ചാലും രോഗി സൗഖ്യമാവും. ഒരു മാറ്റവുമില്ല. 100% ഹീലാവും. കാരണം വചനം പറയുന്നു, രോഗികളുടെ മേൽ കൈവെക്ക്, അവർ സൗഖ്യമാവും. ഞാൻ രോഗസൗഖ്യം അല്ല ഇപ്പൊ കൊണ്ടിരുന്നത്, എല്ലാറ്റിനും പ്രാർത്ഥിക്കണം. എന്തിനാ? എന്നോട് കർത്താവ് പറയാം, നീ തള്ളിക്കളഞ്ഞ ചിലതൊക്കെ തമ്പുരാൻ ചെതഞ്ഞ് പൊക്കിയെടുക്കാൻ പോവാ. എന്നിട്ട് അത് നിന്റെ വീട്ടിലൊരു അത്ഭുതമാക്കി തരാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ അത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. വന്നിരുന്ന് കണ്ണൊക്കെ അങ്ങോട്ട് അടച്ച് നിന്റെ വിഷയം പ്രാർത്ഥിച്ച് ദൈവകരത്തിലോട്ട് കൈമാറി വെച്ച് സ്തോത്രം സ്തോത്രം സ്തോത്രം, കർത്താവെ പ്രവർത്തിക്കുന്നോട് സ്തോത്രമെന്ന് നിന്റെ അധരത്തിൽ അധരാർപ്പണമായ കാളകളെ സ്തോത്രത്തെ അങ്ങോട്ട് അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ബൈബിൾ പറയാം, നിന്നിലേക്ക് സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവ സമാധാനം. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് നിന്റെ ദേശത്ത് ഏറ്റവും വലിയ സമാധാനം നീ അനുഭവിക്കാൻ പോവുക. ഈ സഭയിൽ ഏറ്റവും വലിയ സമാധാനം. എല്ലാറ്റിനും പ്രാർത്ഥന, എല്ലാറ്റിനും പ്രാർത്ഥന.
ഇനി പ്രേയറിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ വാക്യത്തിലേക്ക് വരാം. മത്തായി സുവിശേഷത്തിൽ കർത്താവ് ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തുവാ? മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം കർത്താവ് ഉറപ്പ് തരിക. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കണം. എത്ര പേര് റെഡിയാ? വിശ്വാസം എന്തുവാ? ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണുന്നതാ വിശ്വാസം. ഒരാമയും വരുന്നില്ല. ഈ അടുത്ത 5 ദിവസത്തെ പ്രാർത്ഥന ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തരാൻ പോവുകയാണ്. നിങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിക്കണം എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാനൊരു ആത്മീക ദൂത് പറയാം. എഴുതിയിട്ടോ, ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കും. അതിന് വേണ്ടത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അവിശ്വാസങ്ങളെ ശാസിക്കണം. നിന്റെ അകത്താഴമേറിയ വിശ്വാസം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് വിശ്വാസത്തോടെ. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വായിപ്പിക്കുന്നതിന് ഞാൻ പറഞ്ഞു പോകാം. ആമേൻ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സുഖപ്പെടുത്തും. എന്തുവാ? വിശ്വാസത്തോടെ കൂടിയ പ്രാർത്ഥന ആമേൻ ദീനക്കാരനെ സൗഖ്യമാക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിന്റെ വീടിനെ നോക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിന്റെ യാത്രയെ നോക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ട്. ഇനി അതിനേക്കാൾ പവർഫുൾ പ്രയർ കേൾക്കണോ? മത്തായി സുവിശേഷത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. എന്തുവാ? കർത്താവ് പറയുക, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ഒരാമയും വരുന്നില്ല. അങ്ങനെയെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ചിലത് നിന്റെ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോവും. ഒരാമയും വരുന്നില്ല. നിന്നോട് പോരാടുന്ന ശക്തികൾ നിന്റെ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോവും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ട്, യേശുക്രിസ്തു വരെ 40 ദിവസം ഉപവസിച്ചു. പഴയ നിയമത്തിൽ ധാരാളം പേര് ഉപവസിച്ചു. പൗലോസിനെ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്നതിന് ഉപവാസത്തിന് നടക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഉപവാസം ഒരു ദൈവ പൈതലിന് ആവശ്യമാണ്. സ്തോത്രം. അത് പാസ്റ്റർ എനിക്ക് രോഗമാണ്, രോഗം ഉണ്ടേലും ഉപവസിക്കാം, വേണേൽ വേരേലും കായ്ക്കുമെന്ന വേണ്ട മിണ്ടുന്നില്ല. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ ഉപവാസം ഇരിക്കാം. പക്ഷെ ഉപവാസം ഇരുന്ന് വിടുതൽ പ്രാപിക്കുമ്പം നീ ഓർത്തോണം, അത് എന്നേ ഇരുന്നെങ്കിൽ എന്നേ നിനക്ക് വിടുതലായി. അപ്പോൾ ഉപവാസത്തോടുകൂടെ, അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ഇവിടെ ഈ ദൈവമനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. ആമി, അവൻ എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്നു. എപ്പപ്രാസോസ് എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്നു. ഒരാമയും വരുന്നില്ല. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൂതുണ്ട്, പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. പോരാടി ജയിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. എത്ര പേർക്ക് അതിന് ആമയും പറയാൻ പറ്റും? ഹല്ലേലൂയ. ഈ പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസമാണ്. എന്തുവാ പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു? ചില പറയും അന്യഭാഷ പറഞ്ഞ് പോരാടുവാന്ന്. അതല്ല ഇതിനർത്ഥം. ധാരാളം അർത്ഥങ്ങളുണ്ട്. അതിന് ഗ്രീക്കിലൊരു നല്ല പദം കൊടുത്തിട്ടുണ്ട്. അതിലൂടെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അഗനായി സൊമായി എന്നാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം. ഈ പദം തന്നെ ബൈബിളിൽ പല സംഭവത്തോട് ബന്ധപ്പെട്ട ഇതേ പദം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത് ബന്ധപ്പെട്ട പദം എവിടാന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ഗത്സമനയിലെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നല്ല മലയാളം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിങ്ങളിൽ ചിലരെ പോരാടി പ്രാർത്ഥിക്കാൻ ദൈവം എഴുന്നേൽപ്പിച്ചേക്കുക. ഞാൻ വീണ്ടും പറയാം, ഏത് പ്രശ്നമുള്ളവനും ആ പ്രശ്നത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കണം. ഏത് രോഗമുള്ളവനും ആ രോഗത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കണം.
ഈ നിങ്ങൾക്ക് സ്തോത്രം ഒരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. ഹല്ലേലൂയ. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. 40 മുതലേ വായിച്ച ഇച്ചിരൂടെ മനസ്സിലാവും. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കുന്നു. യേശു ശിഷ്യന്മാരോട് പറയാ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ കേറാതിരിക്കാൻ പ്രാർത്ഥിച്ചു. അപ്പൊ തുടക്കത്തിലേ പറയാം, പരീക്ഷ വന്നിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷ വരും മുമ്പ് പ്രാർത്ഥിക്കണം. ചിലർ പറയത്തില്ലയോ, ഇപ്പൊ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അന്നേരം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കട്ടെ. കാരണം പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. അമ്മ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അമ്മ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പറയാം, സ്തോത്രം, ഈ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ബൈബിളിലുണ്ട്. അവിടേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് അമ്മ ഒരു വാക്കൂടെ നിങ്ങളോട് പറഞ്ഞേച്ച് ഞാൻ ഈ ഭാഗത്തോട്ട് വരാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. ഓരോ വ്യക്തിക്കും ഒരു പേഴ്സണൽ പ്രയർ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ അതിനർത്ഥം അവൻ വിജയിക്കാൻ തുടങ്ങിയെന്നാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഞാൻ 93 വയസ്സുള്ള ഒരു അപ്പച്ചനെ ഇന്നലെ 8 മണിയായപ്പോൾ ഞാൻ വിളിച്ചു. അപ്പച്ചൻ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നയാളാണ്. ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട് വിളിച്ചു. സ്തോത്രം. എനിക്കൊന്ന് 8:15 7:45 അന്ന് 8:45 നോക്കുന്നില്ല, ഞാൻ വിളിച്ചു. പുള്ളി ഫോൺ എടുത്തില്ല. പുള്ളി 10:30 എന്നെ തിരിച്ചു വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എവിടെ പോയായിരുന്നു? മോനെ, ഒരു 3 മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു. പിള്ളേരും മിണ്ടിയില്ല. ഞാൻ അങ്ങ് നാണം കെട്ട് പോയി. ഞാൻ പോലും ഇന്നലെ 3 മണിക്കൂർ പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ട് മിണ്ടുന്നില്ല. ഞാൻ വലിയ പ്രാർത്ഥനക്കാരനായതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുമല്ല. നിങ്ങൾ ഒരാൾ മടുക്കരുത് പ്രാർത്ഥനയിൽ. പ്രാർത്ഥന അന്തരീക്ഷത്തെ മാറ്റും. പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റും. എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും? അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പൊ പരീക്ഷ വന്നിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അടുത്ത കേട്ടോ. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. ഇനി യേശുവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത, യേശു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആളാ. എന്തുവാ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ചുമ്മാ ചോദിച്ചു. മുട്ടുവേദനയുള്ള ഒരു നിശ്ചയമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അപ്പം നിന്റെ മുട്ടുവേദന കംപ്ലീറ്റ് പോകും. അവിടെ മിണ്ടുന്നില്ല. മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. സ്തോത്രം. എന്നിട്ട് ആ ഭാഗം അമ്മോട്ട് പോകുമ്പോൾ, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് അവന് പ്രത്യക്ഷനായി. പിന്നെ ചതിനോട് ഞാൻ ദൂത് പറയുക, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവന് പല അനുഭവങ്ങളുണ്ടാവും. പ്രാർത്ഥിക്കാത്തവൻ അത് മനസ്സിലാകത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ പറയും എന്നോട് ദൈവം സംസാരിച്ചു. പ്രാർത്ഥിക്കുന്നവൻ പറയും എന്നോട് ദൈവം ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു. അതിന്റെ രഹസ്യം എന്താ? അവൻ പ്രാർത്ഥിക്കുന്നവനാ. Glory to God. Glory to God. അവിടെ ആ ഭാഗം നിങ്ങൾ അങ്ങനെ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ഒരിക്കലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ശക്തിപ്പെട്ടിട്ടുണ്ടോ? സ്തോത്രം. പൗലോസിന്റെ കാലിന് ചങ്ങലയിട്ടു, കൈക്ക് ചങ്ങലയിട്ടു, കാലിന് ആമ ഇട്ടു. പക്ഷെ നാക്കിനെ കെട്ടാൻ പറ്റാത്തതുകൊണ്ട് പ്രയർ ആരംഭിച്ചു. പുറത്ത് വെളിപ്പെട്ട മുഴുവൻ ബന്ധനം അകത്ത് വെളിപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് അഴിക്കാൻ കഴിയും. ഒരു ആമയും വരുന്നില്ല. ഇന്നു പകൽ നിന്റെ ലൈഫിനെ എവിടൊക്കെ ആമത്തിൽ പൂട്ടിയിട്ടാലും, ഏതൊക്കെ ചങ്ങലയിട്ട് ബന്ധിച്ചാലും, നീ ഒരാൾ പ്രാർത്ഥിച്ചാൽ മതി, അത് അഴിക്കാൻ ദൈവം ഇറങ്ങും. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി. ചില ചങ്ങലകൾ അഴിഞ്ഞു മാറുന്ന കാഴ്ച. യേശുവിന്റെ നാമത്തില് നിന്നെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലകൾ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എന്നോട് ദൈവം പറയാ, പ്രാർത്ഥിക്കാനുള്ള തടസ്സം ഇന്ന് പൊട്ടണം. എത്ര പേര് തയ്യാറാ? പ്രാർത്ഥിക്കാനുള്ള തടസ്സം ഇന്ന് പൊട്ടണം. പിശാചിനറിയാം, പ്രേയറിന് തടസ്സമിട്ടാൽ നീ പരാജയപ്പെടും. പക്ഷെ അതുകൊണ്ട് ഉത്സാഹിയാകണം. എന്തുവാ? ഉത്സാഹിയാണ്. ഞങ്ങൾ ഈ വെളുപ്പിനെ എഴുന്നേറ്റ് ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ പിമ്പിലെ ഉത്സാഹമാണ്.
നിങ്ങൾ വന്നതിൻ്റെ മുമ്പിൽ ഉത്സാഹമാണ്. പക്ഷെ ചില ആഴ്ച ഉത്സാഹം നിങ്ങൾക്കില്ല. മിണ്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. നടുവിനുവേനെ അന്നേ യോഗത്തിന് വരത്തില്ല, പക്ഷെ നടുവിനുവേനെ അന്നേ കല്യാണത്തിന് പോകും. മിണ്ടുന്നില്ല. ഈ ചർച്ചിൽ ഉള്ള ഒരാൾ ഇവിടെ ഞായറാഴ്ച യോഗം, തിങ്കളാഴ്ച കല്യാണമായിരുന്നു. ഞാൻ കല്യാണത്തിന് ചെന്നപ്പം യോഗത്തിന് ഞായറാഴ്ച വരാത്ത ആൻറ്റി ഇങ്ങനെ വരുന്നു. ഞാൻ ചോദിച്ചു എന്നെ പറ്റി? ഒത്തി അതുകൊണ്ടാണ് ഇന്നലെ വരാൻ. അപ്പം ഇന്നോ മിണ്ടുന്നില്ല. കല്യാണത്തിന് പോയില്ലേ, വിളിച്ചവർ പിണങ്ങും. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വന്നില്ലേ, കർത്താവ് പിണങ്ങത്തില്ല. ആര് പറഞ്ഞ പിണങ്ങത്തില്ലെന്ന്? ചിലരോടൊക്കെ എന്നേ പിണങ്ങിയിരിക്കുക. മിണ്ടുന്നില്ല. ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ അവൻ മരിക്കുന്ന ദിവസം വരെ ഒറ്റ ആരാധന മുടക്കരുത്. ഓ ഗ്ലോറി ടു ഗോഡ്. ഇതൊരു തീരുമാനമാണ്. എത്രയോ പ്രാവശ്യം രോഗിയായി വന്നിട്ട് നീ സൗഖ്യമായി പോയിട്ടുണ്ട്. ഇന്നും ഞാൻ ചിലരെ പ്രവചിക്കുക, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്താൻ. ദാവീദ് പറയാ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി. കണ്ടില്ലയോ? കരഞ്ഞോണ്ട് പ്രയർ ഹോളിലോട്ട് കയറി ഇറങ്ങി വരുമ്പോൾ ഒരു സിംഹത്തെ പോലെ വരുന്നത്. അതിനർത്ഥം എന്താ? അവൻ പ്രാർത്ഥനാ മുറിയിൽ ശക്തിപ്പെട്ടു. ഓ യേശുവിൻ്റെ നാമത്തിൽ. ഇന്നും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് 5 കോടി കടമുണ്ടോ, പ്രാർത്ഥനയിൽ പരിഹാരം ഉണ്ടാവും. നിങ്ങൾക്ക് മാരക രോഗമുണ്ടോ, പ്രാർത്ഥന പരിഹാരമുണ്ടോ. അത് ബ്രദർ അങ്ങ് പ്രാർത്ഥിച്ചോണം, സൗകര്യമില്ല. മിണ്ടുന്നില്ല. അങ്ങനല്ല, നിനക്കുത്സാഹം വേണം. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ പാസ്റ്റർ ജേക്കബ് മത്തായി പാസ്റ്റർ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് പോകാൻ നേരത്തെ എല്ലാവരും പറഞ്ഞു ഭയങ്കര സീരിയസ് ആണ്. അപ്പം ഞാൻ ലിനിയോട് പറഞ്ഞു, പുള്ളിക്ക് ഒരു കുഴപ്പവും വരത്തില്ല, പുള്ളി അത്ഭുതമായി പുറത്തു വരും. അതിൻ്റെ കാരണം പുള്ളിക്കാരൻ്റെ ഭാര്യ ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. നിങ്ങളാരും മിണ്ടുന്നില്ല. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. പല തടസ്സങ്ങളും പൊട്ടുന്നത് ഇന്നത്തെ പ്രാർത്ഥനയിലാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ ജീവിതം തീർന്നിട്ടില്ല. നിന്റെ അന്തരീക്ഷത്തെ മോശമാക്കിയ ദുഷ്ടശക്തികൾ ഇന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു പോകണം. ഓ യെസ്, യേശു ക്രിസ്തു പോരാടി പ്രാർത്ഥിച്ച പോലെ. യെസ്. ഞാൻ ഇനി നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. എന്തിനാണ് യേശു ക്രിസ്തു അവിടെ പ്രാർത്ഥിച്ചത്? പറ, എന്തിനാ? താൻ ക്രൂശിക്കപ്പെടാൻ പോവാ. ഭൂതലത്തിലെ മുഴുവൻ പൈശാചിക ശക്തികളും ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്നു. ക്രിസ്തു പറയുന്നത്, ഏതു ശക്തി വന്നോട്ട്, എനിക്ക് വേണ്ടത് ഉയരത്തിലെ ശക്തിയാ. ഒരാമയും വരുന്നില്ല. അവൻ പറയും ദൈവഹിതം പോലെ നടക്കട്ടെ, പക്ഷേ അവനെ ശക്തിപ്പെടുത്താൻ. അപ്പൊ പ്രാർത്ഥനയിൽ ഒരു ദൈവവൈതൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ശക്തിപ്പെടാൻ തുടങ്ങും. നിന്നെ ഉപവാസം വെച്ച് നോട്ടീസും അടിച്ച് അച്ഛൻ വരണേ അമ്മാമ്മ വരണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്ന എന്തിനാ? നിന്നെ പ്രയറിൽ ശക്തിപ്പെടുത്താനാ. ഒരാമയും വരുന്നില്ല. ഞങ്ങളൊക്കെ ശക്തിപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? ഒരു പ്രയറിൽ നിന്ന് അടുത്ത പ്രയറിലോട്ടാണ് വീഴുന്നത്. മിണ്ടുന്നില്ല. എപ്പോഴും പ്രാർത്ഥനയാ. ഞാൻ ഇച്ചിരുടെ ഗഹനമായി ദൂതിലോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. അപ്പം പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഗെത്സമനയിൽ അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ആ മലമുകളിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കേട്ടോണം, ദൈവത്തിന് സ്തോത്രം. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഭയങ്കര അനുഭവം ഉണ്ടായി. ഈ ശൗല് അന്ന് സഭയെ മുടിച്ചോണ്ടിരുന്നപ്പം പുള്ളി വിചാരിച്ചു 5-6 പേര് കൂടിയിരുന്ന് കൈയടിക്കുക, ഇവന്മാരെ എല്ലാം വാരിക്കൂട്ടി സഭാകോളും പൂട്ടി താക്കോലുമായിട്ട് പോകാൻ വിചാരിച്ച പുള്ളി 3-4 പൂട്ടുകയൊക്കെ ചെയ്തു. പൂട്ടി അങ്ങോട്ട് ചെന്നപ്പം സ്തോത്രം ദമസ്കോസിലെ പടിവാക്കിലെത്തിയപ്പോൾ അവിടെ ഒരു സഭയുണ്ട്. ആ സഭ ഈ വിവരം അറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട പോലെ അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പം സ്തോത്രം ഒരിക്കലും ഒതുങ്ങാത്ത ശൗല് അവിടെ വെച്ച് ഒതുങ്ങി. ഞാനൊരു വെളിപ്പാടൂടെ നിങ്ങളോട് പറയാം. പ്രാർത്ഥന കൊണ്ട് ഒതുങ്ങേണ്ട ചിലതുണ്ട്, നിന്റെ കുടുംബത്തിലുണ്ട്, നിന്റെ സന്തതികളിൽ അങ്ങനെയുള്ള ചില സ്വഭാവങ്ങളുണ്ട്. ഇന്ന് നീ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ ആ ദുസ്വഭാവങ്ങൾ അവരവരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തവരിന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചോണം.
നിന്റെ അകത്ത് ദുസ്വഭാവങ്ങൾ അഴിച്ചുവിടുന്ന ശക്തികളുടെ മേൽ ഇന്ന് വിടുതൽ തരണം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഞാൻ ഭയങ്കര ആത്മീയ അന്തരീക്ഷം ഇവിടെ കാണുക. ഹല്ലേലൂയ. ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിന്നെ ഇന്ന് ശക്തിപ്പെടുത്തും ദൈവം. എന്നിട്ട് നോക്കി അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. അവനെ പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. മുമ്പിൽ പൈശാചിക ശക്തികൾ മുഴുവൻ നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. യേശു പറയുകയാണ്, ഞാനൊരു ദൈവഹിതം ചെയ്യാൻ പോവുക. എന്തുവാ? എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് ക്രൂശിക്കേറാൻ പോവുക. പിശാചിന്റെ ആയുധം ഞാൻ പിടിച്ചു വാങ്ങിച്ച് എൻ്റെ കാഴ്ചവട്ടി വെക്കും. അതിനുള്ള പ്രാർത്ഥന നടക്കുക. ഇവിടെ ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഒരു ദേശത്തിലെ മുഴുവൻ വ്യാപാരവും നിനക്കെതിരെ എഴുന്നേറ്റാലും പ്രയർ മുടങ്ങരുത്. ഓ ജീസസ്. ഒരു രാജ്യം ദാനിയേലിന് നേരെ രേഖ എഴുതി മുദ്ര വെച്ചു. പക്ഷെ ദാനിയേൽ രേഖ പൊട്ടിച്ച് എങ്ങനെയാണെന്നറിയാമോ? 10 രൂപയുടെ ഒരു പായ ഇരുന്നുണ്ട്. മിണ്ടുന്നില്ല. പായില്ലെങ്കിൽ വീട്ടിലൊരു മനോരമ പേപ്പറുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് പാമ്പി ഒരു പില്ല ഉണ്ടല്ലോ, അത് താഴോട്ടിട്ട് മുട്ടുകുത്ത്. ആ പ്രാർത്ഥനയ്ക്ക് വിടുതൽ തരാൻ കഴിയും. ഓ, എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇന്ന് മുഴുവൻ പ്രയറിൻ്റെ പ്രോത്സാഹനമാണ് ഞാൻ തരുന്നത്. ഈ ആഴ്ചത്തെ ഉപവാസം കഴിയുമ്പോൾ നിന്റെ പല വിഷയത്തിനും 1, 2, 3 യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് ആത്മാവിൽ കാണാൻ പറ്റുമോ? യേശുവിൻ്റെ നാമത്തിൽ 1, 2, 3 മറുപടി വരാൻ പോവുക. അതുണ്ടാകണമെങ്കിൽ ശക്തമായ പ്രാർത്ഥന. ഹല്ലേലൂയ. ഇതേ വാക്ക് തന്നെയാണ് പത്രോസ് ബന്ധിക്കപ്പെട്ട് കിടന്നപ്പോൾ സഭ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് എഴുതിയേക്കുന്ന ഇതേ പദം തന്നെയാണ്. ഹല്ലേലൂയ. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഞാനിവിടെ ഒരു ഉറപ്പ് തരാം, പ്രാർത്ഥനയ്ക്ക് എത്ര കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കുരുങ്ങിക്കിടക്കുന്ന വിഷയത്തിന് കുരുക്കും പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥിക്കുന്നിടത്തിരുന്നോണ്ട് അഴിക്കാൻ പറ്റും. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവാത്മാവ് പറയുക, ചിലരെ ചുറ്റി വരിയുന്നതൊക്കെ ഇന്ന് അഴിയണം. അഴിഞ്ഞാൽ നിനക്ക് വിടുതൽ കിട്ടും. ഓ ഹല്ലേലൂയ. ഇന്ന് പോകുന്നതിന് ഒരു പ്രാർത്ഥന അന്തരീക്ഷം നിന്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഏത് മാറാത്ത സ്വഭാവം മാറും, ഏത് മെരുങ്ങാത്തത് മെരുങ്ങും. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഓ, ഇതിനകത്തൂടെ ദൈവം ഇറങ്ങി നടക്കുകയാ. ലാംഭാഹാസി ഹമി. എത്ര പേർക്ക് ഹമി അത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇച്ചിരൂടെ വചനത്തിൻ്റെ ആ ഭാഗത്തോട്ട് വരിക. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നിങ്ങളൊന്ന് എടുത്ത്. ഹല്ലേലൂയ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. കുരുക്കിന് എന്തോ വലിപ്പമുണ്ടെന്നല്ല, പ്രാർത്ഥനയ്ക്ക് എന്തോ ശക്തിയുണ്ടെന്ന് അറിയേണ്ടി. സ്തോത്രം. ഏത് കുരുങ്ങിക്കിടക്കുന്ന വിഷയവും സഭ പ്രാർത്ഥിച്ചാൽ കുരുക്കഴിയും. എഴുതിയിട്ടോ, ഈ ദിവസങ്ങളിൽ നിന്റെ കുരുക്കഴിയും. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം എഴുന്നേക്കാൻ പോവുക. ആ പ്രാർത്ഥനയുടെ നടുവിൽ മറുപടി വെളിപ്പെടാൻ പോവുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കൊണ്ട് ചിലതിനെ തൊടണം. നിന്റെ കണ്ണെത്താത്ത സ്ഥലത്ത് വീണ കുരുക്ക് ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്താൽ അഴിയുന്ന കാഴ്ച ഞാൻ കാണുക. പലരും ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ കുരുക്കഴിഞ്ഞ വാർത്ത കേൾക്കാം. ഓ യേശുവിൻ്റെ നാമത്തിൽ ഓ, എത്ര പേർക്ക് ആത്മാവിൽ അത് മനസ്സിലാക്കാൻ പറ്റും? പ്രാർത്ഥനയിലൊന്ന് പോരാടിക്കേ. ലാത്തോറ ഹംസാന. നിന്റെ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ, നിന്റെ വീടിൻ്റെ പേര് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. എഴുതിയിട്ടോ, ചിലർക്ക് വഴിതെളിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ഓ, എവിടുന്നൊക്കെയോ പ്രാർത്ഥന ഉയരുന്നു. ജപ്തിയെ നീ പേടിക്കേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. രോഗത്തെ നീ പേടിക്കേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. കേസിനെ നീ പേടിക്കേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. വെല്ലുവിളിയെ നീ പേടിക്കേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. മന്ത്രവാദിയെ നീ പേടിക്കേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. എതിരിനെ നീ ഓ, ചിലർ പ്രാർത്ഥനയിൽ അടുത്ത ലെവലിലേക്ക് കയറണം.
ചിലരുടെ പ്രാർത്ഥനാവരം ജ്വലിക്കാൻ പോകുക. ചിലരുടെ മേൽ അഭിഷേകം ഓ കണ്ടോ, ചിലരുടെ അകത്ത് ആ പ്രാർത്ഥനയുടെ തീ, ആ പ്രാർത്ഥനയുടെ അഗ്നി, ആ പ്രാർത്ഥനയുടെ യെസ് ഓ ബനസൂദര ക്ഷദാന പ്രബദ്ധന പ്രവചന രക്ഷസി. ഓ യെസ്, 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ച് അടുത്തിരിക്കുന്ന ആളെ നോക്കാതെ പ്രാർത്ഥിച്ച്. ഇന്ന് നീ സൗഖ്യത്തോടെ ഇവിടെ വിടത്തുള്ളൂ. ഇന്ന് നീ ബന്ധനം അഴിഞ്ഞ ഇവിടെ വിടത്തുള്ളൂ. നിന്റെ രോഗമുള്ള ഭാഗത്തോട്ട് നീ കൈവച്ചൂടെ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ ഒരിക്കലും മാറാത്ത ചില രോഗബാധകൾ ചില ശരീരത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ അഴിഞ്ഞു പോവും. നിന്റെ പാത തെളിയാൻ പോവുക. ഇത്രയും നാള് അവൻ ഇരുട്ട് മൂടിക്കിടക്ക, പക്ഷെ ഇന്ന് തെളിയാൻ പോവുക. യെസ്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക്. കണ്ടോ കണ്ടോ, യെസ് ലാംധന. നിന്റെ തലയ്ക്ക് മന്ദതയിട്ടിരിക്കുന്ന, നിന്റെ തലയ്ക്ക് മത്ത് പിടിപ്പിച്ചിരിക്കുന്ന ആ പൈശാചിക തലങ്ങൾ പ്രാർത്ഥനയിൽ കുറെ ദിവസം കൊണ്ട് മടുത്ത് രോഗം രോഗം രോഗം, കടം 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 എന്ന് പറഞ്ഞ് നിന്റെ മനസ്സിനെ ദണ്ണിപ്പിക്കുന്ന ആ ദുഷ്ടശക്തി വിചാരപ്പെടാതെ പ്രാർത്ഥന. എന്തോ ഒരു വലിയ പ്രാർത്ഥന അന്തരീക്ഷം. ഓ, ചിലരെ ശക്തിപ്പെടുത്തുവാൻ ഇന്നും ദൈവദൂതന്മാർ ഇറങ്ങുക. ഉത്സാഹത്തോടെ പ്രാർത്ഥന. യെസ്, നിന്റെ വിടുതലിന്റെ ദിവസം കുറിക്കാൻ പോവുക. ചിലര് പ്രായം മറന്ന് പ്രാർത്ഥിച്ചു. നിന്റെ പ്രായം ദൈവത്തിന് വിഷയമല്ല. പ്രാർത്ഥനയ്ക്ക് ചിലത് നേടിയെടുക്കാൻ പറ്റും. ആ മാനസിക ടെൻഷനെ പ്രാർത്ഥനയിൽ ജയിക്കാം. അപ്പോ അപ്പൊ യേശുക്രിസ്തുവിന്റെ ഗത്സമനിലെ പ്രാർത്ഥനയും സഭയുടെ പ്രാർത്ഥനയ്ക്കും കൊടുത്തിരിക്കുന്നത് ഇതേ പോരാടി പ്രാർത്ഥിക്കുക എന്ന പദമാണ്. ഇനി റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 15-ാം അധ്യായത്തിൽ പൗലോസിനോട് കൂടെ റോമാക്കാരും പ്രാർത്ഥനയിൽ പോരാടുന്നൊരു പദം നമുക്ക് കാണാൻ കഴിയും. റോമർ 15-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് പൗലോസ് റോമിലെ വിശുദ്ധന്മാരോട് പറയുക. നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥനയിൽ പോരാടണം. ഗ്ലോറി ടു ഗോഡ്. എനിക്കെന്തോ ദൈവാത്മാവ് തരുന്നൊരു വലിയ ബോധ്യം പറയാം. യാക്കോബിനൊരു യാബോ കടവ് തന്നത് തീർക്കാനല്ല, അവിടെ ഒന്ന് പോരാടി ജയിക്കാനാ. ആളിനെ മാറ്റി, പേരിനെ മാറ്റി, രൂപം മാറ്റി, ഭാവം മാറ്റി യാക്കോബിന്റെ ചരിത്രം തിരുത്തി കുറിച്ചത് ഒരു പ്രയറാ. എന്നോട് ഹോളി സ്പിരിറ്റ് ഈ പ്രാവശ്യത്തെ ഉപവാസം എഴുതിയിട്ടോ, നിനക്ക് വലിയ വിടുതലായിരിക്കും. എത്ര പേർക്ക് അത് ആത്മാവിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ലാംതൗര ഹംസി, ഇതുവരെ വെളിപ്പെടാത്തൊരു ദൈവപ്രവൃത്തി. ആ കണ്ണാടി വെച്ച സിസ്റ്റർ ഒന്ന് കൈപൊക്കി പിടിക്കാവോ? നിങ്ങളുടെ അടുക്കൽ കർത്താവ് വന്ന് നിന്ന് നിങ്ങളെ തൊട്ടോണ്ട് പറയുക, പ്രാർത്ഥനയിൽ പോരാടാൻ തുടങ്ങിക്കോ. നിന്റെ വീടിനെ ദൈവം രക്ഷപ്പെടുത്താൻ പോവാ. ഹംസി കഴുത്തറ്റം വെള്ളത്തിൽ ഒരാൾ മുങ്ങിക്കിടന്നാലും ഉയരത്തിലെ കൈ പൊക്കിയെടുക്കും. ഇന്ന് പകൽ നിനക്കൊരു കൈ ഉയരത്തിന്ന് വന്ന് നിന്റെ കൈയോട് ചേർത്ത് പിടിച്ച് നിന്നെ ഉയർത്താൻ ആ കൊതിക്കുന്ന ഒരു കാഴ്ച ഞാൻ പ്രാർത്ഥനയിൽ കാണുകയാ. തൊട്ടിപ്പുറത്തിരിക്കുന്ന സിസ്റ്ററോടൊന്ന് കൈ ഉയർത്തിക്കേ. നിങ്ങളുടെ അടുക്കലും കർത്താവിനോട് പറഞ്ഞ അവളോട് മാത്രമല്ല ആ മകളോടും ദൂത് പറയണം. ജീസസ് അടച്ചു വെച്ചതെല്ലാം തമ്പുരാൻ തുറന്നെടുക്കാൻ പോവാ. ബ്ലോക്കായി കിടക്കുന്നതെല്ലാം റിലീസാകാൻ പോവാ. നിന്നെ എവിടൊക്കെ ബന്ധിച്ചിട്ടുണ്ടോ അതെല്ലാം ഇന്ന് പൊട്ടും. ഇതിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുക. 1-2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ അടുത്ത വാക്യത്തിൽ വരുന്നതിന് 1-2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. ലാംതോ ഹംസി, റോമാക്കാർ പൗലോസിനോട് കൂടെ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. യോഗമൊക്കെ തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പേ വന്നേ
ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അന്നത്തെ പാട്ട് നീ കൊതിച്ച പാട്ടായിരിക്കും. അന്നത്തെ പ്രസംഗം നിനക്കുള്ള ദൂതായിരിക്കും. അതിൻ്റെ കാരണം എന്താ? പ്രാർത്ഥനയിലാണ് ഇതെല്ലാം തെളിഞ്ഞു വരുന്നത്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് ചില പ്രാർത്ഥനയ്ക്കെതിരെ നിൽക്കുന്ന വെല്ലുവിളികൾ ഇന്ന് പൊട്ടണം. നിന്റെ വീടിനകത്തെ നിരാശ പൊട്ടണം. നിന്റെ വീടിനകത്തെ വല്ലാത്ത തലയ്ക്ക് മന്നിപ്പുണ്ടാക്കുന്ന ആ ബന്ധനം എവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, എവിടൊക്കെയോ ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനകൾ നിറഞ്ഞു നിന്നു. പൗലോസ് എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നത് എന്തിനാന്ന് കേട്ടോണം? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. അല്ലാതെ എല്ലാ ആഴ്ചയും പാല് കുടിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ക്രിസ്തുവില് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ കൊണ്ടുണ്ട്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും. എങ്ങനെ തികഞ്ഞവനാക്കുന്നേ? പ്രബോധിപ്പിക്കണം. എന്തോ ചെയ്യണം? പ്രബോധിപ്പിക്കണം. ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നുണ്ട്, നിങ്ങളത് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഏതു മനുഷ്യനെയും അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. മതി. ഈ ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. അവനെ സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കും. സ്തോത്രം. പ്രബോധിപ്പിക്കും, ഉപദേശിക്കും. ഈ ചിലരെ ഒന്നും ചൊവ്വ ഉപദേശിക്കാൻ പറ്റത്തില്ല. പറഞ്ഞാൽ അങ്ങനെ ചൊവ്വ ഉപദേശിച്ച് അവർ വേറെ സഭയിൽ പോകും. സ്തോത്രം. അങ്ങനെയുള്ളവർ പോകുന്നത് തന്നെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ദൈവമക്കൾ പറഞ്ഞാൽ കേൾക്കണം, മസ്റ്റായിട്ട്. കാരണം നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കാനാണ് ബൈബിൾ. സ്തോത്രം. അപ്പം നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ടൊന്ന് പോയി അങ്ങ് നിർത്താം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇന്ന് വീട്ടിൽ പോയാലും നിനക്ക് പ്രാർത്ഥിക്കാനുള്ള നടത്തിപ്പുണ്ടാകണം. നിൻ്റെ വീടിനകത്ത് ട്രൈ ആയി കിടക്കുന്ന അന്തരീക്ഷം ഇന്ന് പൊട്ടണം. എന്നിട്ട് നിൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥനയുടെ ശക്തി ഉയരണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പ്രയർ ആശീർവാദം പറയുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ ശക്തി ഉയരണം. ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച ഈ ഉപവാസം തീരുന്നതിന് മുമ്പ്, ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ നിനക്ക് ചില മറുപടിയുടെ അടയാളങ്ങൾ. ജീസസ്. അത് പേപ്പർ വർക്കാകാം, കുടുംബജീവിതമാകാം, യാത്രയാകാം, നന്മയാകാം. അതിന്ന് പൊട്ടണം യേശുവിൻ്റെ നാമത്തിൽ. ആ രണ്ട് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ച് ലാഥാര ശാന്ത ലൈവിൽ കാണുന്നവരെ പ്രാർത്ഥിച്ച് എത്രയും ഉയർത്താമോ അത്രയും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. അപ്പം ദൈവത്തിന് സ്തോത്രം. ലേഖനങ്ങളിലുണ്ട്, വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകൾ ഉയർത്തി. ലംധോന, നിന്റെ പ്രാർത്ഥന ചില വിഷയത്തെ തൊടാൻ പോവുക. കുരു കഴിഞ്ഞ് മറുപടിയായി അത് നിന്റെ അടുക്കൽ എത്താൻ പോവുക. അതിന് പ്രയർ